ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഈദ് ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. 1 കിലോ മന്തി റൈസ് വെള്ളമൊഴിച്ച് 1 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 വലിയ ക്യാപ്സിക്കം അരിഞ്ഞതും 1 കൈപ്പിടിന് അത്രയും മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മന്തി മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളറും പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിലും ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല നല്ലോണം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ മസാലയും ചിക്കനിലേക്ക് ഇപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം. ഇനി അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ബേ ലീവ്സും 2 ഉണക്ക നാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി മാറ്റി വെച്ച മന്തി റൈസ് ചേർത്ത് കൊടുക്കാം. മുക്കാലോളം വേവായി കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം. ആദ്യത്തെ 10 മിനിറ്റ് മൂടി തന്നെ വേവിക്കുക. ഇനി പ്രത്യേകം ഓയിലൊന്നും ചേർക്കേണ്ടതില്ല. പിന്നെ മൂടി വെച്ച വെള്ളവും ഓയിലും തന്നെ നല്ലോണം ഇത് ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഇനി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല വേവിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മേലേലും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കളറും ചേർത്തിട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ബാക്കി വരുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണിയേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് യെല്ലോ കളറും റെഡ് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 5-6 പച്ചമുളക് ഇതുപോലെ കൊത്തി വെച്ച് കൊടുക്കാം. ഇതിന് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇറങ്ങി കിട്ടും. ഇനി സ്മോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്താൽ ഒരു മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ചെയ്തിട്ട് 10-15 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ മസാല എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ റൈസെല്ലാം നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈദ് ഡേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ മന്തിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.